ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ചക്കയെപ്പറ്റി പറയാനായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ തംബ്ലൈൻ ശ്രദ്ധിച്ചവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ചക്കയെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, പക്ഷേ നമുക്കിതൊരു വെറൈറ്റി ആയിട്ട് തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഇതിനെപ്പറ്റി പറയാമെന്ന് വെച്ചതും. അപ്പോൾ എനിക്കിതിനേക്കാട്ടിൽ കൂടുതൽ പപ്പായിക്കാണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ പപ്പായ്ക്ക് ഇതിനെപ്പറ്റി അറിയാവുന്ന കാര്യങ്ങളൊക്കെ അവരോട് ഷെയർ ചെയ്തു. ഇത് നമ്മുടെ ഉണ്ടച്ചക്ക പിടിക്കുന്ന ഒരു പ്ലാവാണ്. ഉണ്ടച്ചക്ക എന്നാണ് നമ്മുടെ ഇവിടെ പറയുന്നത്. പിന്നെ അത് നമ്മൾ ഇതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നമുക്ക് വിഷുക്കണി കാണാനൊക്കെ, ഇപ്പോൾ വിഷു വരുന്ന സമയമല്ലേ, ഇപ്പം വിഷുക്കണിക്കുമൊക്കെ വെക്കാൻ പറ്റിയ ചക്കയാണിത്. ഇത് വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ല, ചുരുക്കം എല്ലായിടവും ഉള്ളതൊക്കെയാണ്, ഒരുവിധം എല്ലായിടമൊക്കെ ഉള്ള ചക്കയായത്. എങ്കിലും നമുക്കതൊരു വെറൈറ്റി ആയതുകൊണ്ട് ഈ വിഷു ആയത് കാരണം നമുക്ക് നമ്മുടെ ഉള്ളത് കാരണം നമുക്കതൊന്ന് പറയണമെന്ന് തോന്നി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് ഒരു 80-85 വർഷം പഴക്കമുള്ള ഒരു പ്ലാവാണ്. എൻ്റെ ഓർമ്മ വെച്ച നാൾ തൊട്ട് ഇതിലെ ചക്കയുണ്ട്. നല്ല രീതിയിൽ ചക്ക പിടിക്കുന്ന ഒരു പ്ലാവായത്. പക്ഷേ ഇത് ഇപ്പോൾ ഇത്രയും പ്രായം ആയതുകൊണ്ടായിരിക്കും ഇതിൻ്റെ ശിഖരങ്ങളൊക്കെ 1-2 ഒടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഈ മനുഷ്യരും പ്രായമായി വരുമ്പോൾ അവർക്കും ആയുസ് കുറവില്ലേ എന്ന് പറഞ്ഞ പോലെ ചില വൃക്ഷങ്ങളും അതുപോലെ തന്നെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അതിന് ഇപ്പോൾ ചക്ക കുറവാണ്. പിന്നെ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് കയറി ചക്ക ഇടുന്ന കാര്യമൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ കയറി കഴിയുമ്പം ഈ ചക്ക ഇതിൻ്റെ ഞെടുപ്പിന് കനമൊന്നുമില്ല. നമ്മൾ പിന്നെ ചവിട്ടി കയറുമ്പം എല്ലാം അടർന്നു പോകാൻ സാധ്യത ഉള്ളത് കൊണ്ട് നമ്മൾ ഏണി ചാരിയൊക്കെ കയറി നോക്കി വേണം സൂക്ഷിച്ചക്ക ഇടാൻ. അതുപോലെ ഞെരുങ്ങിയാണ് ചക്ക ഇതേ നിൽക്കുന്നത്. ഇപ്പോൾ പക്ഷേ ഒരു 4-5 വർഷം കൊണ്ട് ചക്ക കുറവാണ്. അത് പ്ലാവ് ഈ പ്രായമായതുകൊണ്ടായിരിക്കാം അങ്ങനെ ചക്ക കുറയുന്നതിന് കാരണം. എന്തായാലും ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ വിളവെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ ചക്കയ്ക്കും ഉള്ള വിളവ് പോലൊക്കെ ഉള്ളൂ. ഇതിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. ഈ കാണുന്ന അത്രയൊക്കെ ഉള്ളത്, ഈ വലിപ്പമൊക്കെ ഉള്ളൂ. ഇതൊക്കെ ഈ പരുവൊക്കെ ആയി വരുമ്പം അത് വിളയും. പിന്നെ വിളഞ്ഞു കഴിയുമ്പോൾ ഇതിന് മുള്ളിന് കറുപ്പ് വരും. പിന്നെ മഴ പെയ്യുവാണെങ്കിൽ വെള്ളം കയറി കഴിയുമ്പോൾ ഈ ചക്ക കുറച്ചുകൂടെ വലിപ്പം വരും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷേ ഒരു ചക്ക മതി നമുക്ക് അത്യാവശ്യം വേവിച്ച്, ഒരുപാട് കഴിക്കാനില്ലെങ്കിലും അത്യാവശ്യം ഒരു 3-4 പേർക്ക് ഒരു ദിവസം നമുക്ക് കഴിക്കാം, സുഖമായിട്ട് കഴിക്കാൻ. വലിപ്പത്തിലല്ല കാര്യം. അപ്പം ചക്ക ഇതിനകത്ത് പിന്നെ ചുള നല്ലപോലെ ഉണ്ട്. ചവണി കുറവും ചുള കൂടുതലും. മടൽ കനമില്ല, ഒട്ടും കനമില്ല മടലിന്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഈ ചക്കയാണ്. ഈ ചക്ക എല്ലാവർക്കും ഇഷ്ടം. ഈ പ്രാവശ്യം പിന്നെ വിഷുവാണ്. അപ്പം വിഷുവിന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും എല്ലാ വർഷവും ചക്ക കൊണ്ടുപോകുന്നവരുമുണ്ട്. ഇപ്പോൾ 2 മാസം കൂടെ കഴിഞ്ഞാൽ ഇത് കറക്റ്റ് വിളവാവണമെന്നുണ്ടെങ്കിൽ. ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത്. ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഈ ചക്കയുടെ വെറൈറ്റി പറ്റി പറയാം. നമുക്കിതൊരു വെറൈറ്റി ആയിട്ട് തോന്നും. മറ്റ് ചക്കയെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു നല്ല വ്യത്യാസം ഉള്ളതുകൊണ്ടും നമുക്കത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടും ഇവിടെ എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്കത് നിങ്ങളിലേക്കത് ഷെയർ ചെയ്യാന്ന് വെച്ച് നമുക്കൊരാഗ്രഹം തോന്നി, അങ്ങനെ വന്നതാണ് ഞങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി അടുത്ത വെറൈറ്റി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ബൈ.